ഭർത്താവിന്റെ വിയർപ്പുനാറ്റം കാരണം ഡിവോഴ്സിന്റെ വക്കിലെത്തിയ ഒരു സ്ത്രീ ലാസ്റ്റായിട്ട് ഒരു കൗൺസിലിങ്ങിന് വന്നൊരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എൻ്റെ അടുത്ത് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. പരസ്പരമുള്ള വിയർപ്പുനാറ്റം കാരണം ബുദ്ധിമുട്ടുന്ന പാർട്ട്നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കേസായിരിക്കുന്നതാണ് ഇതും ഞാൻ കരുതിയത്. പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ട ഒരു കേസായിരുന്നു ഇത്. ഞാൻ കാർത്തിക, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഥയിലെ നായികയെ നമുക്ക് അനിത എന്ന് വിളിക്കാം. ഒരു ദിവസം അനിതയും ഹസ്ബൻഡും എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം വന്ന് അവർ രണ്ടുപേരും ഇരുന്നു. രണ്ടുപേരുടെയും മുഖം എല്ലാവരുടെയും മുഖം പോലെ തന്നെ ഡെസ്പായിട്ട് തന്നെയായിരുന്നു രണ്ടുപേരും വന്നിരുന്നത്. അപ്പം വന്നിരുന്നപ്പോൾ തന്നെ അനിത എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, മാഡം എനിക്കിനി ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിൻ്റെ വിയർപ്പുനാറ്റം കാരണം ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. പറ്റുമെങ്കിൽ എന്നെ ഈ ബന്ധത്തിൽ നിന്ന് അകറ്റി വിടണം. എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ അടുത്ത് വന്നപ്പോഴേ അനിത നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഇത്. ഞാൻ ഭർത്താവിനെ നോക്കിയപ്പം അദ്ദേഹം തല കുനിങ്ങിയിരിക്കുക. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, തല കുനിങ്ങിയിരിക്കുക. അപ്പം അനിത വീണ്ടും പറയുക, എത്ര നാളായി ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ സോപ്പ് മാറ്റൂ അല്ലെങ്കിൽ സ്പ്രേ മാറ്റൂ, എനിക്ക് നിങ്ങളുടെ ഗന്ധം പറ്റുന്നില്ല, എനിക്കത് സഹിക്കുന്നതിലപ്പുറമാണെന്ന് അനിത ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് അനിത കരച്ചിലിൻ്റെ വാക്കിലെത്തി. ഇത്രയും ആയപ്പോൾ ഹസ്ബൻഡ് ഇടപെട്ടു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി. ഈ 8 മാസത്തിൽ ഇവളുടെ അടുത്തിരിക്കാൻ ഇവൾ എന്നെ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ അടുത്ത് ചെല്ലുമ്പം എന്നെ മണമാണ്, നിങ്ങൾ കുളിച്ചിട്ട് വരൂ, അല്ലെങ്കിൽ കുളിച്ചിട്ട് വരുമ്പം നിങ്ങൾ സ്പ്രേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ബോഡി സ്പ്രേ ഉപയോഗിക്കൂ, ഇങ്ങനെ എല്ലാം പറഞ്ഞ് എന്നെ അകറ്റി വിടും. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം, എന്നെ വിയർപ്പുനാറ്റമാണ് എന്നൊരു പ്രശ്നം ഇതിനു മുമ്പ് എൻ്റെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. ഞാൻ 2 നേരം കുളിക്കും, ഞാൻ സ്പ്രേ ഉപയോഗിക്കാറുണ്ട്, ഞാൻ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ടും ഇവളിങ്ങനെ പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം. ഇനി എനിക്ക് എൻ്റെ മണം മനസ്സിലാവാത്തതാണോ, അതോ ഇവൾക്ക് എൻ്റെ മണം തീരെ പിടിക്കുന്നില്ലേ, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം എന്ന് പറഞ്ഞ് ഹസ്ബൻഡും ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പായിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് എൻ്റെ റൂമിലേക്ക് ആക്ച്വലി അവർ രണ്ടുപേരും കയറി വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാഡ് സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പം ഞാനത് അവരോട് പറയുകയും ചെയ്തു. അനിത പറയുന്ന ഇത്രയും വിയർപ്പുനാറ്റ്, അനിതയുടെ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹസ്ബൻഡിൻ്റെ സ്മെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അടുക്കാൻ പറ്റത്തില്ല, അത്രയും വിയർപ്പുനാറ്റമാണെന്നാണ് അനിത പറയുന്നത്. പക്ഷേ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെ ഒരു സ്മെൽ എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അനിത സമ്മതിച്ചു തരുന്നില്ല. അനിത പറഞ്ഞു, ഇല്ല മാഡം, അത് എനിക്കേ മനസ്സിലാവത്തേ ഉള്ളൂ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ തീരെ പറ്റത്തില്ല മാഡം. ഇനി എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും, ഇത് ഇദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനൊരു കൗൺസിലിങ്ങിന് വന്നത്. പക്ഷേ ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാവുന്ന കാര്യമല്ല മാഡം, ഞങ്ങൾ എങ്ങനെയെങ്കിലും പിരിയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് അനിത ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അനിത പറയുന്നതിന് കൗണ്ടർ അടിച്ചുകൊണ്ട് ഹസ്ബൻഡ് ഇരിക്കുക. ഇനി ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞ് അതിന് കൗണ്ടറായിട്ട് അനിതയും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കരുതി ഓരോരുത്തരായിട്ട് വിളിക്കാമെന്ന് കരുതി ഞാൻ ആദ്യം അനിതയോട് പറഞ്ഞു, അനിത കുറച്ചു നേരം പുറത്തിരിക്കും, ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കട്ടെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു മാന്യനായ ഒരു വ്യക്തിയാണ്. വൃത്തിയുള്ള വസ്ത്രധാരണ രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. പ്രത്യേകിച്ചൊരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ഒരു മുഷിഞ്ഞ രീതിയിലുള്ള വസ്ത്രം ധരിക്കുകയോ അങ്ങനെയൊന്നും ഒരാളല്ല അദ്ദേഹം. നല്ല പെർഫെക്റ്റ് ആയിട്ട് മുടിയൊക്കെ ചീകി ഒതുക്കി താടി മീശയൊക്കെ വടിച്ച് അങ്ങനെ ഒരു നല്ലൊരു പെർഫെക്റ്റ് മനുഷ്യനാണ് നമുക്ക് കാഴ്ചയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ബാഡ് സ്മെല്ലോ വിയർപ്പിൻ്റെ മണമൊന്നും എനിക്ക് വരുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് കഴിഞ്ഞ 8 മാസമായിട്ട്, 8 മാസമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, 8 മാസമായിട്ട് അനിത എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അവൾ എന്നെ അകറ്റി വിടുന്നു. നിങ്ങളെ മണം എൻ്റെ കൂടെ കിടക്കുന്നില്ല, അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. ഇങ്ങനെ രണ്ടും 2 വഴിക്കായാലും ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? എൻ്റെ വീട്ടുകാർക്കും ഏകദേശം ഒരു പ്രശ്നമൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. കാരണം രാത്രിയാകുമ്പം അനിത ബെഡും പില്ലോയൊക്കെ എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകും. ഇത് കണ്ട് അമ്മ എന്നോട് പലവട്ടം ചോദിക്കും, നിങ്ങൾ ഒരുമിച്ചല്ലേ കിടക്കുന്നത്? എനിക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലാണ് മാഡം. എനിക്കൊരു കുട്ടികളെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ പോയാൽ? എനിക്ക് അവളെയും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഹസ്ബൻഡ് ഭയങ്കര വിഷമിച്ചങ്ങ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഹസ്ബൻഡിനോട് അങ്ങനെയൊക്കെ സംസാരിച്ച് ഓക്കെ, ഹസ്ബൻഡ് പുറത്തിരിക്കാൻ പറഞ്ഞു. അനിതനെ ഞാൻ വിളിപ്പിച്ചു.
അനിതനെ വിളിപ്പിച്ച് അനിതയോട് ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിന് ഇഷ്ടമല്ലേ? അപ്പോൾ അനിത പറഞ്ഞു, എനിക്ക് ഹസ്ബൻഡിന് ഇഷ്ടമാണ്, അദ്ദേഹം ആളൊരു നല്ല മനുഷ്യനാണ്, എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മണം എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ് മദ്യപിക്കുമോ? ഇല്ല. സിഗരറ്റ് വലിക്കുമോ? ഇല്ല. അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഹസ്ബൻഡിനില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മണം എനിക്ക് പറ്റുന്നില്ല എന്നാണ് അനിത റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനിതയുടെ ഈ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അനിത ഹസ്ബൻഡിനോട് വെറുപ്പ് മാത്രമല്ല കാണിക്കുന്നത്, അവളുടെ കണ്ണുകളിൽ ഒരു പേടിയും ഉണ്ടായിരുന്നു. അത് അവൾ സംസാരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും. ഇങ്ങനെ റിപ്പീറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കൈകൾ ഇട്ട് ഭയങ്കര ആക്ഷൻ കാണിക്കുന്നു, വിയർക്കുന്നു, കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു റെസ്റ്റ്ലെസ് ആയിട്ടാണ് അനിത സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ടും അനിതയോട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ടും എനിക്ക് ആദ്യത്തെ ഒരു അരമണിക്കൂർ എനിക്ക് അനിതയുടെ വായിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ അനിതയോട് ചോദിച്ചു, നമ്മൾ ഈ കൗൺസിലിംഗ് കേസൊക്കെ എടുക്കുമ്പോൾ അവരുടെ ചെറുപ്പത്തെ പറ്റിയും അവരുടെ കോളേജിലെ പ്രായത്തെ പറ്റിയും ഒക്കെ നമ്മൾ ചോദിക്കും കേട്ടോ. അതൊക്കെ ഈ കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഞാൻ അനിതയോട് ചോദിച്ചു, അനിത ചെറുപ്പകാലമൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പം അനിത പറഞ്ഞു, എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് 2 അനിയത്തിമാരുണ്ട്, ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമെല്ലാം ഞാൻ തിരക്കിയതിന് ശേഷം ഞാൻ അനിതയോട് ചോദിച്ചു, അനിതയുടെ ലൈഫിൽ സുരക്ഷിതമല്ല എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ചോദിച്ചു. ഞാൻ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് അനിത കുനിഞ്ഞിരുന്ന് ഭയങ്കര കരച്ചിൽ, കണ്ണൊക്കെ മുഖമൊക്കെ പൊത്തി ഭയങ്കര കരച്ചിൽ. ഞാൻ കരയട്ടെ എന്ന് വിചാരിച്ചു, കാരണം ഉള്ളിൽ ഉള്ളത് പുറത്ത് വരണമെങ്കിൽ അവർക്കും അവരുടേതായ സമയം കൊടുക്കണം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് അനിത ഭയങ്കര മൂഡ് ഓഫ് ആയി കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് അനിത തന്നെ കരച്ചിലൊക്കെ നിർത്തി എന്നോട് പറഞ്ഞു, മാഡം, എൻ്റെ അച്ഛൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അച്ഛൻ എന്നും മദ്യപിച്ചാണ് വീട്ടിൽ വരുന്നത്. മദ്യപിച്ച് വരും, അച്ഛൻ അമ്മയായിട്ട് വഴക്കൊക്കെ പിടിക്കും. അപ്പം ഞാനും എൻ്റെ അനിയത്തിമാരും ഇത് കണ്ട് പേടിച്ചായിരിക്കുന്നത്. പക്ഷെ അച്ഛൻ ഞങ്ങളെ ഒന്നും ഉപദ്രവിച്ചിരുന്നില്ല. അച്ഛന് ഞങ്ങളെ വലിയ ഇഷ്ടമാണ്. അച്ഛൻ മദ്യപിച്ച് വന്നാലും ഞങ്ങൾക്കുള്ള പലഹാരപ്പൊതികളൊക്കെ ആയിട്ടാണ് അച്ഛൻ ദിവസവും വീട്ടിൽ വരാറുള്ളത്. എന്നിട്ട് അച്ഛൻ വന്ന ഉടനെ അച്ഛൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് മൂത്ത മോള്, എൻ്റെ അച്ഛൻ അടുത്തേക്ക് വിളിക്കും. അനിത മോൾ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ തലയിലൊക്കെ തലോടി എന്നെ കുറച്ചു നേരം കൊഞ്ചിച്ചൊക്കെ അച്ഛൻ ഇരിക്കും. അപ്പം ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്നത് ഇതാണ്. അച്ഛൻ എന്നെ എല്ലാ ദിവസവും വരുന്നു, അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നെ തലയിൽ തലോടുന്നു, എനിക്കുള്ള പലഹാരപ്പൊതി എടുത്തു തരുന്നു, അനിയത്തിമാർക്കും കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അകത്തേക്ക് വിടുന്നു. ഇതാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത്. കാരണം അച്ഛൻ അത് സ്ഥിരം ഒരു ശീലമായിപ്പോയി, അങ്ങനെ എന്നും ചെയ്ത്. അപ്പോൾ അച്ഛൻ ഈ ചേർത്ത് പിടിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു മണമുണ്ട്. ഈ ഒരു മദ്യത്തിൻ്റെയും ആ ഒരു വേർപ്പിൻ്റെയും, അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് വന്ന ഒരു വേർപ്പും മദ്യത്തിൻ്റെ ഒക്കെ മണം കൂടിക്കലർന്ന ഒരു വേർപ്പ് മണമുണ്ട്. ആ മണത്തോടു കൂടിയാണ് അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ മണം ഭയങ്കര പ്രശ്നമാണ് മാഡം. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് ആ മണം ഓർമ്മ വരിക. അപ്പം ഞാൻ ചോദിച്ചു, അനിത, അതിന് നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അദ്ദേഹം ഇതുപോലെ പുറത്തെ ജോലികൾക്ക് പോകുന്ന ആളല്ല, ഓഫീസ് വർക്കാണ്, വിയർക്കുന്ന ഒരു ജോലിയല്ല അദ്ദേഹത്തിന്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഹസ്ബൻഡിനെ അത്രയും വിയർപ്പിൻ്റെ മണമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നത്? അപ്പോൾ അനിത എന്നോട് പറഞ്ഞത്, മാഡം, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വിയർപ്പ് മണമില്ല. അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ അച്ഛന് ശേഷം അദ്ദേഹമാണ് എന്നെ അങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു, കൂട്ടത്തിൽ അച്ഛൻ്റെ ആ മണവും എനിക്ക് കിട്ടുന്നു. ഇതാണ് എനിക്ക് സംഭവിക്കുന്നത് മാഡം. പക്ഷേ ഇത് ആരോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അത് മനസ്സിലാവത്തില്ല. അത് എനിക്ക് മാത്രമേ എനിക്കിത് മനസ്സിലാവുന്നേ ഉള്ളൂ മാഡം. എനിക്കറിയാം എനിക്കതൊരു അസുഖമാണ്, എനിക്ക് എന്തോ മെൻ്റലാണ്, എനിക്കറിയാം. പക്ഷെ എനിക്കത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല മാഡം. എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ പ്രശ്നം ഇതാണ്, ഞങ്ങളെ പിരിച്ചു തരണം. എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെയും പിരിച്ചു തരണം മാഡം എന്ന് പറഞ്ഞ് അനിത വീണ്ടും കരച്ചില്. ഇവിടെ ഈ കേസിൽ അനിതയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അനിത ഇതിൽ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്കുകൊണ്ട് എനിക്ക് മെൻ്റൽ ആണെന്ന് എനിക്കറിയാം. ശരിക്കും ഇത് മെൻ്റൽ അല്ല. പക്ഷേ അനിത വിചാരിക്കുന്നത് വലിയ ഭ്രാന്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് എനിക്ക് എന്നാണ് അനിത പേഴ്സണലി വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു ഭ്രാന്തമായ അവസ്ഥയല്ല. ഇതൊരു ട്രോമയുടെ ബാക്കി പത്രമാണ്. ഇതിന് പറയുന്നതാണ് ട്രോമ ട്രിഗർ എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു പുതിയൊരു ബാഗ് കിട്ടി. ഇപ്പം ഞാനൊരു പുതിയ ബാഗ് മേടിച്ചു, ഞാൻ അത് മണക്കുക. എനിക്കത് മണക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് പഴയ ഓർമ്മയാണ്. ഞാൻ ആദ്യമായി സ്കൂളിൽ പോകുന്നു, എൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛനും അമ്മയും മേടിച്ചു തന്ന പുതിയ ബാഗിൻ്റെ ഒരു മണം എനിക്ക് കിട്ടുക. അപ്പം എൻ്റെ ഓർമ്മ പഴയ കാലത്തേക്ക് പോവുക.
വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുതിയ ബുക്ക് കിട്ടി, നമ്മൾ ആ ബുക്ക് തുറന്ന് മണത്ത് നോക്കത്തില്ലേ, നമ്മുടെ ഓർമ്മ എങ്ങോട്ടാണ് പോകുന്നത്? പഴയ കാലത്തിലേക്ക്. അതായത് നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്ക് ചേരുന്നു, പുതിയ ബുക്ക് നമുക്ക് കിട്ടുന്നു, ആ ഒരു ബുക്കിന്റെ മണവും നമ്മുടെ ആ സ്കൂൾ പരിസരവും കൂട്ടുകാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതെല്ലാം മിന്നി മറിഞ്ഞ് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകും. അപ്പം ഇങ്ങനെ ഒരു ഓർമ്മ നമുക്ക് കിട്ടത്തില്ലേ? ഈ ഓർമ്മേനെ പറയുന്നത് ഓൾഫാക്ടറി ക്യൂ എന്നാണ്. ഓൾഫാക്ടറി ക്യൂ, അതായത് ഒരു മണം കൊണ്ട് നമുക്ക് കുറേ ഓർമ്മകൾ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഓൾഫാക്ടറി ക്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഈ പഴയ ഓർമ്മകളോടൊപ്പം തന്നെ നമുക്ക് പേടി, വെറുപ്പ് എന്നിവ കൂടി വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രോമ ട്രിഗർ. മനസ്സിലായോ? ഇവിടെ അനിതയ്ക്ക് സംഭവിച്ചത് അതാണ്. ഹസ്ബൻഡ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വരുന്നു, ഹസ്ബൻഡിന്റെ ഒരു ബോഡിയുടെ സ്മെല്ലും അനിതയ്ക്ക് കിട്ടുന്നു. അപ്പൊ ഈ ഒരു സ്മെല്ല് വരുന്നത് വഴി അനിതയ്ക്ക് പഴയ അച്ഛന്റെ രൂപം ഓർമ്മ വരുന്നു, അച്ഛൻ ചേർത്ത് പിടിക്കുന്ന ഇതും ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. അനിതയ്ക്ക് അവിടെ സംഭവിക്കുന്നത് ട്രോമ ട്രിഗർ ആണ്. പണ്ട് അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു മണം, ആ ഒരു ചേർത്ത് പിടിക്കൽ ഓർക്കുമ്പോൾ അനിതയ്ക്ക് അത് ട്രോമയായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം അനിത എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വരുന്നു, അനിത അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതിന് അനിത കണ്ടുപിടിച്ച ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ് നിങ്ങളെ വിയർപ്പ് നാറ്റമാണ് എന്നത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പൊതുവെ ആളുകൾ അങ്ങോട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ അനിത മനഃപൂർവ്വം ഹസ്ബൻഡിനെ ഒഴിവാക്കി വിടുകയായിരുന്നു. ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ട്രോമ ട്രിഗർ. കൂടുതലും ഈ മദ്യപാനികളുടെ വീട്ടിൽ വളരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ട്രോമ ട്രിഗർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർ എത്ര വളർന്നാലും അവർക്കൊരു മദ്യത്തിന്റെ മണം എവിടുന്നെങ്കിലും കിട്ടി അവർക്ക് ആ കുട്ടിക്കാലത്തെ ഭയാനകമായ ഓർമ്മകൾ പെട്ടെന്ന് വരും. അത് അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തും. പക്ഷെ അത് അവർ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാൻ നോക്കിയാൽ അവർക്കത് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല, മറ്റൊരാൾക്ക് അത് മനസ്സിലാകുമോ എന്നൊരു ഡൗട്ടും ഇവരുടെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് ഇവരുടെ പ്രശ്നം ഇവർ ആരോടും ഷെയർ ചെയ്യാൻ പോകത്തില്ല. ഇവിടെ അനിതയ്ക്ക് സംഭവിച്ചതും ഇങ്ങനൊരു ട്രോമ ട്രിഗറാണ്. അനിത ഒരു ട്രോമയ്ക്കുള്ളിൽ പെട്ടുകിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അനിതയുടെ പ്രശ്നം മനസ്സിലായി. ഞാനത് അനിതയ്ക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അനിതയുടെ പ്രശ്നം ഇതാണ്. അനിതയ്ക്ക് ചെറുപ്പത്തിൽ അച്ഛൻ്റെ ആ മണം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ ആ ചേർത്ത് പിടിപ്പിക്കുമ്പോഴുള്ള ആ ഒരു മണം അനിതയെ കൊണ്ടെത്തിക്കുന്നത് ആ പഴയ കാലത്തെ വഴക്കും, അതായത് അച്ഛനും അമ്മയും വഴക്ക് പിടിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു വഴക്കിൻ്റെ ഒക്കെ ഓർമ്മകളിലേക്കാണ് അനിതേനെ കൊണ്ടെത്തിക്കുന്നത്. അച്ഛന് ശേഷം അനിതേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അനിതയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് അനിതയ്ക്ക് ആ ഓർമ്മകളൊക്കെ പിന്നെയും വരുന്നത്, ഹസ്ബൻഡിനെ മാറ്റി നിർത്താൻ അനിത ശ്രമിക്കുന്നത്. ഇത് അനിതയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണിത്. അനിത ഇപ്പോൾ ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയിരിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഹസ്ബൻഡിനെ ഉപേക്ഷിക്കുകയോ അദ്ദേഹത്തെ അവഗണിക്കുകയോ ചെയ്യരുത്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഹസ്ബൻഡിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഞാൻ അനിതയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അനിത പറഞ്ഞു, എനിക്കറിയാം മാഡം, അദ്ദേഹം നല്ല ഒരാളാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയെന്നും എനിക്കറിയാം. ഇനി ഞാൻ എന്ത് ചെയ്യും മാഡം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനിത കുറച്ചു നേരം പുറത്തിരിക്കും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അനിതനെ പുറത്തിരുത്തി തിരിച്ച് ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനെ വിളിച്ച് അദ്ദേഹത്തോടും ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്നോട്, അനിത എങ്ങനെ പറയും അച്ഛൻ മദ്യപിക്കും, വീട്ടിൽ വഴക്കുണ്ടാക്കും എന്നൊക്കെ അനിത എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അനിത എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മണം കിട്ടുമ്പോൾ അവളുടെ അച്ഛനെ ഓർമ്മ വരുന്ന എന്നൊരു കാര്യം അവൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മാഡം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, ഇതാണ് ശരിക്കും പ്രശ്നം അനിതയുടെ, നിങ്ങളത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ. ഇപ്പോൾ അനിതയ്ക്ക് വേണ്ടത് ഒരു കറക്റ്റ് തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, അത് വേണം, എങ്കിൽ മാത്രമേ അനിതയ്ക്ക് അതിൽ നിന്നും മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവർ കണ്ടിറക്കും, പരസ്പരം അവർ സന്തോഷത്തോടെയാണ് അവരന്ന് പോയത്. പിന്നെ അനിതയ്ക്ക് ഒരു ചെറിയ തെറാപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു മാസത്തെ ഒരു തെറാപ്പി തന്നെയായിരുന്നു അത്. എന്നിട്ട് അവർ വീണ്ടും ഒരു മാസത്തിന് ശേഷം എന്നെ കാണാൻ വന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. അനിത പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു സ്കാൻ റിപ്പോർട്ടൊക്കെ കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും പറഞ്ഞു, മാഡം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടു വഴിക്ക് ആയാനെ എന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇതൊരിക്കലും മൂന്നാമതൊരാൾ ഇടപെട്ട് തീർക്കേണ്ട ഒരു കാര്യം വരെ എത്തിക്കേണ്ട ആവശ്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കണം. നിങ്ങൾ പല പാർട്ട്നേഴ്സും ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവർ പരസ്പരം പറയുന്നില്ല. അവർ പറയാൻ ശ്രമിച്ചാലും അവർക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മൂന്നാമതൊരാളുടെ ഹെൽപ്പ് മേടിക്കാവുള്ളൂ. ഇവിടെ അത് അനിത ക്ലിയർ ആയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ പ്രശ്നം നേരത്തെ തീർന്നാനെ. കാരണം
അനിത റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് നല്ലയാളാണ്, എന്നെ മനസ്സിലാക്കുന്ന ആളാണ്, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അനിത അത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ആ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് കാണത്തില്ല. നമ്മളോർക്കും സിമ്പിളാണ്, ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. പക്ഷെ ആ കുട്ടി ചിന്തിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഇനി എൻ്റെ ഹസ്ബൻഡ് എന്നോട് വഴക്കുണ്ടാക്കുമോ, പിണങ്ങുമോ, എന്നിൽ നിന്ന് അകന്നു പോകുമോ, ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ അകന്നിരിക്കുന്ന ഒരുപാട് പാർട്ട്നേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക. നിങ്ങൾ നേരെ ചെന്ന് പറയുക, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട് പറയുക, എൻ്റെ പ്രശ്നം ഇതാണ്, നീ അത് മനസ്സിലാക്കുക, നീ ആക്സെപ്റ്റ് ചെയ്യുക, എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ മാറ്റാം. അവർക്ക് സ്വയം തോന്നുമല്ലോ, ഇപ്പോൾ പാർട്ട്നേഴ്സിന് തോന്നുമല്ലോ എനിക്കത് മാറ്റാൻ പറ്റും, ഈ ദുശീലം മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം. ഇങ്ങനെ രണ്ടുപേരും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എല്ലായിടത്തെയും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരും തുറന്ന് സംസാരിക്കില്ല, എല്ലാവരും ഈഗോയാ. അവൾ വന്ന് എന്നോട് ആദ്യം മിണ്ടട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വന്നോട് എന്നോട് ആദ്യം മിണ്ടട്ടെ, ഈ ഒരു ഈഗോ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ എങ്ങും എത്തത്തില്ല. ഈഗോ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഈഗോ കളഞ്ഞ് ഇങ്ങനെ അടുത്താലേ അടുക്കത്തുള്ളൂ. അത് എല്ലാ പാർട്ട്നേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പാർട്ട്നേഴ്സാണ്, ലൈഫ് ലോങ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളെ ഇട്ടിട്ട് അവരുടെ വഴിക്ക് പോകും, പഠിത്തത്തിന് പോകും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വേറെ കുടുംബമായിട്ട് പോകും. പിന്നെ അവസാനം വരെ കണ്ട് നിങ്ങൾ പാർട്ട്നേഴ്സ് മാത്രമാണ്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, നിങ്ങളുടെ ദുശീലം എന്തൊക്കെയാണ്, നല്ല ശീലം എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. കമ്മ്യൂണിക്കേഷൻ വേണം, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം, ശരി കണ്ടാൽ ശരിയാണെന്ന് പറയണം. എങ്കിലേ ഒരു മാരീഡ് ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കുക. ഇനി നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിലും നിങ്ങൾക്കൊരു മൂന്നാമതൊരാളുടെ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഹെൽപ്പ് മേടിക്കുക. അതിനാണ് നമ്മുടെ നാട്ടിൽ കൗൺസിലേഴ്സും ഒക്കെ ഉള്ളത് കേട്ടോ. സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.